ഒയാസിസ് ലൈഫ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഹൈബ്രിഡ് കുറച്ച് ബൊഗൈൻവില്ലയാണ്. ഇപ്പോൾ എല്ലാ ബൊഗൈൻവില്ലയുടെ സീസണാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും കുറച്ച് ബൊഗൈൻവില്ലയുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് പൂ പിടിക്കുമ്പോൾ ഇത് വൈറ്റ് കളറും പിന്നെ ഇതിങ്ങനെ ഒരു റോസ് ഇങ്ങനെ കയറി വരും. ഇത് ഫൈറോപ്പാൽ ഓറഞ്ച്. ഇത് നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്ലവർ. ഇത് നിറച്ചും പൂ പിടിക്കുക. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതേ വെറൈറ്റി പെട്ടതാണ് ഇത് റൂബി റെഡ്. ഇത് സെക്കൻഡ് ബ്ലൂമിംഗ് ആണ്. അതുകൊണ്ടെല്ലാം മുട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ കളറെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മുറിക്കുമ്പോഴുള്ള കളർ എങ്ങനെയാണോ അങ്ങനെയാണ് ഇതിൻ്റെ കളറ്. ഇതൊരു വൈറ്റ്. ഇതാ റൂബി റെഡിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടതാണ് ഫ്ലെയിം റെഡ്. ഇത് നല്ല കളറാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ തീ ജ്വലിക്കുന്ന പോലുള്ള നല്ല കളറാണ്. ഇത് സെക്കൻഡ് ബ്ലൂമിംഗ് ആണ്. അതുകൊണ്ട് ഫുൾ വിരിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ പൂവുണ്ട്. ഇത് കയാട്ട. ഇതൊരു മജന്ത കളറ്, മജന്തയല്ല, ഒരു പീച്ച് കളർ പൂവാണ് ഇതിൻ്റെ. ഇത് ഡോക്ടർ റാവു റെഡ്. ഇത് നല്ല റെഡ് കളർ പൂ പിടിക്കും. വെരിഗേറ്റഡ് ലീഫാണ് ഇതിൻ്റെ. ഇത് ജുവൽ. ഇത് കമ്പിൻ്റെ അറ്റത്ത് മാത്രം ഇങ്ങനെ കട്ടയായിട്ട് പൂ പിടിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഗോൾഡൻ സൺഷൈൻ. ഒരു ചെടിയിൽ തന്നെ ഒരു 6-7 കളർ പൂ പിടിക്കും. ഇതിപ്പം പൂ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് എല്ലാം വിരിഞ്ഞ് വരുമ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരു 7 കളറൊക്കെ വരും. ഇത് വാജിദ് ഡെലിഷ്യ എന്നും പറഞ്ഞൊരു ചെടിയാണ്. ഇതിലും അത് തന്നെ പല കളറാണ് പൂ പിടിക്കുന്നത്. ഇത് പൂന വൈറ്റ്, നല്ല വൈറ്റ് കളർ പൂ പിടിക്കും. ഇത് തിമയുടെ പിങ്ക്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, വലിയ പൂ പിടിക്കുന്നതാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ചില്ലി ഐസ്ക്രീം. ഇത് നല്ല വൈറ്റ് കളർ പൂവാണ്. അവസാനം ഇത് മൊത്തം ഒരു ലൈറ്റ് പിങ്ക് കളർ പൂവായിട്ട് വരും.